മൂലം നക്ഷത്രം. വാളിന്റെ ആകൃതിയിൽ 11 നക്ഷത്രങ്ങൾ കൂടിച്ചേർന്നതാണ് മൂലം നക്ഷത്രം എന്ന് പറയുന്നത്. വിജ്ഞാനവും ചിന്തയും വാക്സാമർത്ഥ്യവും കലാരസികതയും കൊണ്ട് അനുഗ്രഹീതരായ മൂലം നക്ഷത്രക്കാർ പൊതുവെ ശാന്തശീലരും എല്ലാവരോടും സൗമ്യമായി പെരുമാറുന്നവരുമായിരിക്കും. തികഞ്ഞ ലക്ഷ്യബോധത്തോടുകൂടി പ്രവർത്തിക്കുന്ന മൂലം നക്ഷത്രക്കാർ പുതിയ പ്രസ്ഥാനങ്ങളും പ്രവർത്തനങ്ങളും തുടങ്ങുവാൻ സമർത്ഥരാണ്. ബുദ്ധിപരമായി നീങ്ങുവാൻ കഴിവുള്ളവരായതിനാൽ തന്നെ ഇവരാരംഭിക്കുന്ന സംഗതികൾ സ്ഥിരമായി നിലനിൽക്കാറുമുണ്ട്. സ്വന്തം കാര്യത്തെക്കുറിച്ചോ ഭാവിയെക്കുറിച്ചോ സ്വാഭാവികമായും വലിയ ശ്രദ്ധയില്ലാത്ത മൂലം നക്ഷത്രക്കാർക്ക് എല്ലാം നടന്നുകൊള്ളുമെന്നോ അല്ലെങ്കിൽ ദൈവമെല്ലാം നടത്തിക്കൊള്ളുമെന്നോ ഉള്ളതായിരിക്കുന്ന വിശ്വാസവും ഉണ്ടായിരിക്കും. പല മേഖലകളിലും സമർത്ഥരും പല മാർഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരുമാണ് ഇവരെങ്കിൽ തന്നെയും അതിനനുസരിച്ചുള്ള സാമ്പത്തിക പുരോഗതി അധികപക്ഷവും ഇവർക്ക് ഉണ്ടായി കാണാറില്ല. എന്തു വന്നാലും അതിനെ നിസ്സാരമായി കാണാനുള്ള പ്രവണതയും ഇവരിൽ കാണുവാൻ കഴിയും. എന്തൊക്കെ തന്നെ സംഭവിച്ചാലും സുഖമായി അനുഭവിക്കണം എന്നതാണ് ഇവരുടെ അഭിലാഷം. അതിനാൽ തന്നെ ഇവരിൽ ഭൂരിഭാഗം ആളുകളും വരവ് നോക്കാതെ ചിലവഴിക്കുന്നവരും പലപ്പോഴും സാമ്പത്തികമായി ബന്ധപ്പെടുന്നവരും ആയിരിക്കും. ഇടപാടുകളിൽ ഇവർ അത്ര കണിശക്കാരല്ല എന്ന് സാരം. പക്ഷേ മനഃപൂർവമായ കണിശക്കേട് കാണിക്കാൻ ഇവർ ഇഷ്ടപ്പെടുകയുമില്ല. ആത്മാർത്ഥതയും മനസ്സാക്ഷിയും ധർമ്മബോധവും ഉള്ളവരാണ് ഇവരെങ്കിൽ തന്നെയും ക്ഷോഭിക്കേണ്ട സന്ദർഭങ്ങളിൽ നിർദാക്ഷിണ്യമായും സാഹസികമായും പറയാനും പ്രവർത്തിക്കാനും ഇവർ മടി കാണിക്കാറില്ല. മറ്റുള്ള വ്യക്തികളുടെ കാര്യത്തിൽ വളരെയധികം ആത്മാർത്ഥരും നയശാലികളുമാണ് ഇവരെങ്കിലും സ്വന്തം കാര്യത്തിൽ സന്ദർഭങ്ങളാൽ നയിക്കപ്പെടുന്നവരായാണ് ഇവരിൽ അധികം പേരും കണ്ടുവരുന്നത്. ഇവരുടെ സാമ്പത്തിക പുരോഗതിക്ക് വിഘ്നം വരുത്തുന്നതിന് പ്രധാനമായും 3 കാരണങ്ങളാണ് ഉള്ളത്. 1. സ്വന്തം കാര്യത്തിൽ സ്വതസിദ്ധമായ അശ്രദ്ധയും സുഖജീവിത താല്പര്യവും. 2. തന്റെ യഥാർത്ഥ നിലയിൽ കവിഞ്ഞ കൂട്ടുകെട്ടുകളാൽ വരുന്ന ന്യായകരമായിരിക്കുന്ന സാഹചര്യങ്ങള്. 3. എങ്ങനെയെങ്കിലും പണമുണ്ടാക്കണമെന്നുള്ളതായിരിക്കുന്ന ദുരാഗ്രഹം ഇവർക്കില്ലാത്തത്. ജനസേവനാപരമായുള്ള പൊതു കാര്യങ്ങളിൽ ഏർപ്പെടുന്ന മൂലം നക്ഷത്രക്കാർക്ക് ലോകത്തിൽ സമുന്നതമായ സ്ഥാനം സംവരണം ചെയ്യുവാൻ സാധിക്കും. സാമാന്യത്തിൽ കവിഞ്ഞ ബുദ്ധി സാമർഥ്യവും ഉയർന്ന വ്യക്തികളുമായുള്ള സമ്പർക്കവും വിശ്വാസവും സ്വാർത്ഥ താല്പര്യമില്ലായ്മയുമാണ് ഇവരെ ഇത്തരം പൊതു കാര്യങ്ങളിൽ വിജയിപ്പിക്കുന്നത്. പരോപകാര താല്പര്യവും ദയാശീലവും ഇവരിൽ അനാദൃശ്യമായി തന്നെ കാണുവാൻ കഴിയും. എന്തെങ്കിലും ഒന്നിൽ വിശ്വാസമോ ബഹുമാനമോ തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഇവരുടെ സാധാരണയായുള്ള ഒരു സ്വഭാവമാണ്. പൊതുവെ ഇവർ ഈശ്വരഭക്തരും സത്യധർമാദികളെ കൈവിടാതെ ജീവിക്കുന്നവരുമായിരിക്കും. സഞ്ചാരത്തിലും പ്രകൃതി സൗന്ദര്യത്തെ ആസ്വദിക്കുന്നതിലും ഇവർക്ക് താല്പര്യം കൂടുതലാകും. പിതാവിനെ കൊണ്ടോ പിതൃസ്വത്തുക്കളെ കൊണ്ടോ എന്നും കാര്യമായ പ്രയോജനങ്ങളൊന്നും ഇവരിൽ അധികം പേർക്കും സിദ്ധിക്കാറില്ല. മിക്കവാറും ജനിച്ച വീടും ദേശവുമെല്ലാം തന്നെ വിട്ട് അകന്ന് താമസിക്കുന്നവരും വിദേശവാസത്താൽ ഭാഗ്യം ആർജിക്കുന്നവരുമായിരിക്കും മൂലം നക്ഷത്രജാതർ. സഹോദര ഗുണവും പ്രായേണ ഇവർക്ക് കുറവായിരിക്കും. ആരോഗ്യ വിഷയത്തിൽ വളരെയധികം ശ്രദ്ധയുള്ള ഇവർക്ക് 27, 31, 44, 48, 56, 60 എന്നീ വയസ്സുകൾ ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന സമയമാണ്. അസാധാരണമായുള്ള മനഃശക്തിയുള്ളവരാണ് മൂലം നക്ഷത്രക്കാർ. എത്ര തന്നെ കുഴപ്പം പിടിച്ച സാഹചര്യങ്ങളിലും സമചിത്തത പാലിക്കാനും ധീരമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും ഇവർക്ക് കഴിവുണ്ടായിരിക്കും. മുഖത്ത് എപ്പോഴും ശാന്തഭാവവും സൗമ്യതയും പ്രകടിപ്പിക്കുമെങ്കിലും മനസ്സ് സ്ഥിതിഗതികൾ വിലയിരുത്തുകയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കുകയായിരിക്കും. മറ്റുള്ള വ്യക്തികളുടെ മനസ്സിലിരിപ്പ് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിവുള്ള ഇവർ സ്വന്തം ചിന്താഗതികൾ മറ്റുള്ളവർ മനസ്സിലാക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് വിവാഹ ജീവിതത്തിൽ പലതരത്തിലുള്ളതായിരിക്കുന്ന ബുദ്ധിമുട്ടുകളും വന്നു ചേരാം. ദാമ്പത്യ ക്ലേശം ബുദ്ധിമുട്ടിപ്പിക്കാൻ സാധ്യത കൂടുതലായതിനാൽ തന്നെ വിവാഹത്തിന് മുൻപേ വിധിപ്രകാരമുള്ള ജാതകവശാലുള്ളതായിരിക്കുന്ന ദോഷങ്ങൾക്ക് പ്രതിവിധി കാണേണ്ടത് അത്യാവശ്യം തന്നെയാണ്. മൂലം നക്ഷത്ര ജാതകർക്ക് ഏകദേശം 3 വയസ്സ് വരെ നൽകുന്ന കാലഘട്ടം ബാലാരിഷ്ടത നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ്.
3 വയസ്സിനുമേൽ 23 വയസ്സ് വരെയുള്ള കാലഘട്ടം ഗുണപ്രദമായിരിക്കുന്ന സമയമാണ്. 23 വയസ്സ് മുതൽ 29 വയസ്സ് വരെ ഗുണദോഷ മിശ്രമായിരിക്കുന്ന കാലഘട്ടമാണ്. 29 വയസ്സ് മുതൽ 39 വയസ്സ് വരെയുള്ള കാലഘട്ടം ഗുണപ്രദമായിരിക്കുന്ന സമയമാണ്. പുതിയ വീട്, വാഹനം മുതലായുള്ള അനവധി ഗുണങ്ങൾ ഈ സമയത്തിൽ അനുഭവമാകും. 39 വയസ്സ് മുതൽ 46 വയസ്സ് വരെയുള്ള കാലഘട്ടം ചെറുതായിട്ട് ദോഷം ചെയ്യുന്ന സമയമാണ്. ആരോഗ്യപരമായും രക്തസംബന്ധമായും എല്ലാം തന്നെയുള്ളതായിരിക്കുന്ന അസുഖങ്ങളെല്ലാം തന്നെ ബാധിക്കുവാൻ ഈ സമയത്തിൽ സാധ്യത കാണുന്നുണ്ട്. 46 വയസ്സ് മുതൽ 64 വയസ്സ് വരെ ഗുണദോഷ മിശ്രമായിരിക്കുന്ന കാലഘട്ടമാണ്. 64 വയസ്സിന് ശേഷം ശാന്തപൂർണമായിരിക്കുന്ന ജീവിതം കെട്ടിപ്പടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മൂലം നക്ഷത്ര ജാതകർക്ക് ഉത്രാടം, അവിട്ടം, പൂരുരുട്ടാതി എന്നീ നക്ഷത്രങ്ങളും അഷ്ടമരാശിയായിരിക്കുന്ന കർക്കിടകൻ രാശിയിൽ ഉൾപ്പെട്ട നക്ഷത്രങ്ങളായ പുണർദം നക്ഷത്രത്തിന്റെ അവസാന കാൽഭാഗവും പൂയവും ആയില്യ നക്ഷത്രവും പ്രതികൂലമായിരിക്കുന്ന നക്ഷത്രങ്ങളാണ്. ഈ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളുമായി ആശയവിനിമയം നടത്തുന്നതും കൂട്ടു ബിസിനസ്സിൽ ഏർപ്പെടുന്നതും ദോഷത്തിൽ കലാശിക്കുമെന്നാണ് പൊതുവെയുള്ള വിശ്വാസം. മൂലം നക്ഷത്ര ജാതകർക്ക് സൂര്യന്റെയും ചൊവ്വയുടെയും വ്യാഴന്റെയും ദശാകാലം പൊതുവെ ദോഷപ്രദമായിരിക്കുന്ന കാലഘട്ടമായതിനാൽ ഈ സമയത്തിൽ വിധിപ്രകാരമുള്ളതായിരിക്കുന്ന പരിഹാര ക്രമങ്ങൾ അനുഷ്ഠിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മൂലം, അശ്വതി, മകം എന്നീ ജന്മാനുജന്മ നക്ഷത്രങ്ങൾ ക്ഷേത്ര ദർശനത്തിനും മറ്റു ശുഭകാര്യങ്ങൾക്കും വ്രതം, ജപം മുതലായ ശുഭകാര്യങ്ങളുമാണ്. പ്രത്യേകിച്ച് മൂലം നക്ഷത്രവും വ്യാഴാഴ്ചയും ചേർന്ന് വരുന്ന ദിവസങ്ങളിൽ സവിശേഷ പ്രാധാന്യത്തോടുകൂടി വ്രതജപാദികൾ നടത്താവുന്നതാണ്. മൂലം നക്ഷത്രം സ്ഥിതി ചെയ്യുന്ന ധനുരാശിയുടെ അധിപനായ വ്യാഴത്തിനെ പ്രീതിപ്പെടുത്തുന്ന മന്ത്രങ്ങളും സ്തോത്രങ്ങളും എല്ലാം തന്നെ ജപിക്കുന്നത് ഗുണകരമാണ്. നക്ഷത്രാധിപനായിരിക്കുന്ന കേതുവിനെ പ്രതിനിധീകരിക്കുന്ന ഗണപതിയെ പ്രാർത്ഥിക്കുന്നതും ഗണപതി ക്ഷേത്ര ദർശനം നടത്തുന്നതും ഗുണം ചെയ്യും. മൂലം നക്ഷത്ര ജാതരുടെ ജന്മവൃക്ഷം പയനമാണ്. ശ്വാവാണ് മൃഗം, കോഴി പക്ഷി, പുരുഷയോനി, അസുരഗണം, നിര്യതയാണ് താരദേവത. മൂലം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ 7 ഭാഗ്യ ദിവസം വെള്ളിയാഴ്ചയാണ്. ഭാഗ്യദിക്ക് കിഴക്കാണ്. ഭാഗ്യരത്നം മൂലം നക്ഷത്രക്കാർക്ക് പൊതുവെ വൈഡൂര്യമാണ്. ജാതക വിശകലനത്തിന് ശേഷം മാത്രം ഭാഗ്യരത്ന നിർണയം നടത്തുക. നന്ദി, നമസ്കാരം. മൂലം നക്ഷത്രം വാളിന്റെ